വയനാട് 900 കണ്ടിയിൽ റിസോർട്ടിലെ ഹട്ട് തകർന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ യുവതി മരിച്ചു. നിലമ്പൂർ അകമ്പാടം സ്വദേശിനി നിഷ്മയാണ് മരിച്ചത്. അപകടമുണ്ടായ 900 വെഞ്ചേഴ്സ് റിസോർട്ടിന്റെ ലൈസൻസ് കാലാവധി 2 വർഷം മുൻപ് അവസാനിച്ചതാണ് എന്ന് മേപ്പാടി പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. 900 കണ്ടിയിൽ നിന്ന് എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 900 കണ്ടിയുടെ ഏറ്റവും മുകളിൽ ഉള്ള ഒരു റിസോർട്ടിലാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. എമറാൾഡ് ഗ്രൂപ്പിൻ്റെ 900 വെഞ്ചേഴ്സ് എന്ന റിസോർട്ടാണ്. അതിലെ ഒരു ഷെഡ്, ആ ഷെഡിനകത്ത് 4 ടെൻറ്റുകൾ, അങ്ങനെയായിരുന്നു ഈ സ്ട്രക്ചർ ഉണ്ടായിരുന്നത്. ഈ ഷെഡ് എന്ന് പറയുന്നത് വൈക്കോൽ മേഞ്ഞ മരത്തിൻ്റെ തൂണുകളും മരത്തിൻ്റെ റൂഫൊക്കെ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. അതിനുള്ളിലെ 4 ടെൻറ്റുകളിലായി 14 പേരാണ് ഉണ്ടായിരുന്നത്. ഒരു 16 അംഗ സംഘമാണ് ഇന്നലെ 4 മണിക്ക് ശേഷം ഇവിടെ എത്തിയത്. അതിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള സഞ്ചാരികളുണ്ടായിരുന്നു, സ്ത്രീകളും ആളുകളും ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. ഈ 16 പേരിൽ 14 പേർ ഈ സ്ട്രക്ചറിനകത്തായിരുന്നു. അതായത് 4 ടെൻറ്റിൽ 14 പേർ താമസിച്ചിരുന്നു, മറ്റ് 2 പേർ പുറത്തായിരുന്നു. ഈ 14 പേർ താമസിച്ചിരുന്ന 4 ടെൻറ്റുകൾക്ക് മുകളിലേക്കാണ് പുലർച്ചെ 2:30 ഈ സ്ട്രക്ചർ, അതായത് ഈ ഷെഡ്, മരം കൊണ്ടും വൈക്കോൽ കൊണ്ടും നിർമ്മിച്ച ഈ ഷെഡ് തകർന്നു വീഴുന്നത്. അതിൽ ഈ പെൺകുട്ടി ഉറങ്ങിയിരുന്ന ടെൻറ്റിന് മുകളിലേക്കാണ് ഈ ഷെഡ് തകർന്നു വീണത്. അങ്ങനെയാണ് ഈ പെൺകുട്ടി അപകടത്തിൽ പെടുന്നത്. 2 പെൺകുട്ടികൾ വെച്ച് ബാക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവരുടെ ടെൻറ്റ് കുറച്ച് ഇങ്ങോട്ടായി പോയിട്ടുണ്ട്. വീണത് ആ ഭാഗത്തേക്കായി പോയി. അപ്പോൾ ഓരോ കുട്ടികൾ ഓളം ഓക്കെ, പക്ക ഓക്കെയാ. പക്ഷെ മറ്റേ കുട്ടീൻ്റെ മേത്താണെന്ന് തോന്നുന്നത് ഒരു ക്രോസ് കമ്പി എടുക്കണം. നേരത്തെ പൊന്തിച്ച കമ്പിയല്ല, വടി. എന്തായാലും ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ പൾസ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് റിസോർട്ട് ജീവനക്കാർ പറയുന്നത്. മേപ്പാടി SHO കെ ജയപ്രകാശിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. വലിയൊരു റൂഫിൻ്റെ കീഴിൽ 4 ടെൻറ്റുകളായിട്ടാണ് അവർ താമസിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ മറിഞ്ഞു വീണതിൽ ഒരു ടെൻറ്റിനുള്ള ആൾക്കാർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഈ മഴയാണോ? മഴ മാത്രമായിരിക്കില്ല, മഴ ഇന്നലെ പെയ്തിരുന്നു എന്നുള്ളൊരു ഘടകമാണ്. പക്ഷേ അത് ബാക്കിയുള്ള പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. മറ്റുള്ളവർക്ക് കാര്യമായ പരിക്കില്ല, ഒരാൾക്ക് മാത്രമാണ് കാര്യമായ പരിക്ക് ഏറ്റിരിക്കുന്നത്. മറ്റ് ആളുകളൊക്കെ സുരക്ഷിതരാണ്. എന്താണെങ്കിലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നിലമ്പൂർ അകമ്പാടം സ്വദേശി നിഷ്മയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത്. ഈ 16 അംഗ സംഘത്തിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ്. എന്തായാലും അപകടത്തിന് ശേഷം മറ്റുള്ള ആളുകളെയൊക്കെ സുരക്ഷിതമായി താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ കനത്ത മഴ പെയ്തതായും റിസോർട്ട് അധികൃതർ പറയുന്നുണ്ട്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്.